അതിൽ നിന്ന് നമുക്ക് ഒരു മൈദ കൊണ്ടൊരു ഡയമണ്ട് കട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റേതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, 1/4 കിലോ മൈദ എടുത്തിട്ട് ഞാനതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാതെ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ 1/4 കിലോ മൈദയും പിന്നെ കുറച്ച് ഉപ്പും, അപ്പം ഞാൻ 1/4 കിലോ മൈദ എടുത്തു. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഒരു ശകലം ഫുഡ് കളറും, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിട്ട് 1/4 കിലോ മൈദായ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായി. ഇനി നമുക്കതെടുത്തൊന്ന് പരത്തി ഡയമണ്ട് കട്ടാക്കണം. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഇതിൽ എണ്ണയുള്ളത് കൊണ്ട് നന്നായിട്ട് പരത്താം. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ട്രെയിനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 100 രൂപയ്ക്ക്. ഇതിൻ്റെ ഒരു പരത്തുന്നുണ്ട്, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ ഇതെടുത്തു. അപ്പം ഇങ്ങനെ എത്രയും കനം കുറച്ച് പരത്തുന്നു അത്രയും നല്ലത്. അപ്പം നമുക്കത് പരത്തി എടുത്തിട്ട് നമുക്ക് ഇത് ഡയമണ്ടായിട്ട് ഇങ്ങനെ മുറിക്കും. ഞാൻ എത്രയും കട്ടി കുറച്ചാൽ നമ്മൾ ഉണ്ടാക്കാം. ഇത് നമ്മൾ പിച്ചാത്തി എടുത്തൊന്ന് ഇങ്ങനെ അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഓരോ വര ഇടാം. ഡയമണ്ട് ഇല്ലേ, എന്നിട്ട് നമുക്ക് അത് കണ്ട അപ്പം നമ്മൾ എല്ലാം അതെടുത്ത് വേണ്ടേ വെറും കനം കുറച്ച്. അപ്പം നമുക്ക് ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് എണ്ണയൊന്ന് ഒഴിക്കും, തീയൊന്ന് കത്തിക്കും. അപ്പം നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് പെറുക്കി ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇടാം. പിന്നെ ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നമുക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇതൊന്ന് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് ഈ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കും. ഇത് വറുത്തും കോരാനും മാത്രമുള്ള എണ്ണ. എന്നിട്ട് എണ്ണയൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇത് തന്നെ ഈ ഡയമണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ബാക്കിയും കൂടെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി ഇങ്ങനെ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം പേർക്ക് ഇങ്ങനെ ഇതിനകത്തോട്ടൊന്ന് ഈ എണ്ണയ്ക്കകത്തോട്ടിടാം. ഞാൻ വലിയ ഷേപ്പൊന്നുമില്ല, എല്ലാം ഒരു ഡയമണ്ട് രീതിയിൽ ഇട്ടിട്ടുണ്ട്. പാറുവിനെ കൊണ്ടൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ പാറു കുറച്ച് സിമ്മിലാക്കി ഞാൻ വെച്ചേക്കുക. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് ഒന്നിടാം. ഇത് എളുപ്പം ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കോരി ഇന്നെടുക്കാം. ഞാൻ വെറും കട്ടി കുറച്ചല്ലേ ഞാൻ ഉണ്ടാക്കി. ഇതിന് തന്നെ മഞ്ഞ കളറും ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ചുമന്ന കളറ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇച്ചിരി ചേർത്ത്. പക്ഷെ എനിക്കൊരു മണ്ടത്തരം കലക്കിയായിരുന്നു ഒഴിക്കേണ്ടത്. ഞാനിച്ചിരി അങ്ങോട്ട് ഇത് വാറ്റിയത്. അതുകൊണ്ട് അത് അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കളർ നിങ്ങൾ ചെയ്യുമ്പോൾ കളറുണ്ടെങ്കിലും മഞ്ഞപ്പൊടിയാണെങ്കിലും കലക്കി മാവിനകത്തോട്ട് ഒഴിക്കാവും. ഇതിപ്പോൾ ഞാൻ ഒരു ശകലം ഇങ്ങനെ ഇട്ടത് കൊണ്ട് അതങ്ങ് ഇതായി. ഇത് എളുപ്പം വേണം. എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഇതായിപ്പോവും. ഒരെണ്ണം ഉണ്ടാക്കി കഴിയുന്ന ഉടനെ തന്നെ അടുത്തതും എളുപ്പം ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഇത് ആദ്യത്തെ ഓടിട്ടു, പിന്നെ രണ്ടാമത്തേതും ഇപ്പം ഞാൻ ഇടാൻ പോകും. അതിന് നമുക്ക് ഇതിന് കോരി എടുക്കാം. ഞാനൊരു ഇതുപോലുള്ള ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ കോരിയെടുക്കുന്നു. അപ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ അതിനകത്തോട്ട് അങ്ങ് വീട്ടി വെക്കും. ഇനി ഇത് നമ്മൾ പഞ്ചാരക്കകത്ത് ഇടുന്നുണ്ട്.
അപ്പം ഡയമണ്ട് അടുത്തതും ഞാൻ പക്ഷെ ഇങ്ങനെ ഇടാൻ പറ്റുന്നു. നമുക്ക് ഇതും കൂടെ ഒന്ന് ഗർക്കി അങ്ങോട്ടൊന്ന് ഞാനത് കൊട്ടിയിട്ട് നോക്കിയിട്ട് പക്ഷെ കൊട്ടാൻ പറ്റുന്നു. നമ്മൾ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട്. ശകലം കുറച്ച് പാറക്കുട്ടി ഈ മാവെല്ലാം എടുത്തോണ്ട് പോവുക ജോലി. ഞാൻ ഈ ഉണ്ടാക്കുന്നതിൻ്റെ മാവെല്ലാം എടുത്തോണ്ട് പോവാം. അവൾക്കും പരത്തണമെന്നും പറഞ്ഞു സമ്മതിക്കത്തില്ല. എന്നാലും ഞാൻ പരത്തണമെന്നും പറഞ്ഞു. അപ്പം ഈ രണ്ടാമത്തെ ഓടും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മളിഞ്ഞ് കോരിയെടുത്തു. എളുപ്പം ആവുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തി വെച്ചുകൊണ്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ അടുത്തത് നമുക്കിടാം. അപ്പം നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പും നമ്മൾ ഇനി കോരിയെടുക്കും. എളുപ്പം നമ്മൾ വിചാരിക്കുന്നതിലെല്ലാം ഷടന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ ഇനി കോരി നല്ലൊക്കെ കൃകൃന്ന്. അപ്പം നമ്മൾ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് നമ്മുടെ ഇതൊരു ശകലവും കൂടെ ആവും. തീ കൂട്ടി വെച്ചോണ്ട് നമ്മൾ എന്നിട്ട് ഇനി അടുത്ത ട്രിപ്പ് എടുത്തിടുന്നു. അപ്പം നമ്മളെ ഇതെല്ലാം നമ്മളെ ഇനിയായി. നമ്മളിനി ഇതെല്ലാം അങ്ങ് കോരിയിട്ട് നമ്മൾ ഈ എണ്ണ മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യവും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം ഞാൻ എണ്ണ അങ്ങ് മാറ്റി വെച്ചു, ഗ്യാസും അങ്ങ് നിർത്തി. ഇനി നമുക്ക് വേണ്ട ഇങ്ങനെ ഞാൻ ഇത് പരത്തി എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്നും മടക്കാം. മടക്കി കൊണ്ടുവന്നിട്ട് നമുക്കിത് വീണ്ടും പരത്താം. വീണ്ടും നമുക്കിത് പരത്തിയിട്ട് വീണ്ടും ഇത് മടക്കാം. നമുക്ക് മൊത്തം നമ്മൾ മടക്കി. ഇനി നമുക്ക് ഇതൊന്ന് പരത്താം. നമുക്കിത് ഒന്നുകൂടെ പരത്താം. അപ്പം ഞാൻ നാലാമത്തെ പരത്താൻ വരുത്തുന്നു. ഞാനിത് ഒന്നുകൂടെ പരത്തും. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്നുകൂടെ പരത്തും. എന്നിട്ട് ഇത് നമ്മുടെ ഗ്യാസിലോട്ടൊന്ന് ഇതിട്ട് ഇതൊന്ന് റെഡിയാക്കാം. നോക്കട്ടെ നമുക്ക്. ഇത് പക്ഷേ എനിക്ക് ശരിക്കും അറിയത്തില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം ഇതാവുമോ എന്നൊന്ന് നോക്കാം. നമ്മുടെ എണ്ണ അങ്ങ് തിളച്ച് കിടക്കുമായിരുന്നു. നമ്മൾ ഒരെണ്ണത്തിനും കൂടെ അപ്പം ഇതെനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒത്തില്ല. അപ്പം നമുക്ക് ഡയമണ്ട് തന്നെ ഉണ്ടാക്കാം. നമ്മൾ മറ്റേത് ഉണ്ടാക്കിയിട്ട് ഒക്കാഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ബാക്കി കൂടെ ഇങ്ങനെ അങ്ങ് ഡയമണ്ടാണ്. അപ്പം ഡയമണ്ട് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം വെള്ളം വെച്ച് ഇച്ചിരി പഞ്ചാര പാവ് വെച്ച് അതിലോട്ടില്ല. നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നു 1/4 കിലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് അത്ര എന്തോന്നില്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊന്നുണ്ടാക്കി കഴിക്കും. ഞാൻ ശകലം
വെള്ളം വെച്ചു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചാര ഇടാം. നമുക്ക് ഈ മായമില്ല എല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിലുണ്ടാക്കാമല്ലോ. നമുക്ക് ഇച്ചിരി ഉണ്ടാക്കി കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാം. അത്രയ്ക്ക് നമ്മൾ ഷേപ്പ് ഒന്നും ആയില്ലെങ്കിലും, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായി. കടയിലെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും. പക്ഷേ അതിനകത്തൊക്കെ എന്തെല്ലാം മായം ഒക്കെ ചേർത്തായിരിക്കും ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഒരു ശകലം സോഡ, ഈ എന്തുവാ ഏലക്ക പൊടിച്ചതും കൂടെ ഇടുന്നുണ്ട് ഒരു രുചിക്ക് വേണ്ടി. നമ്മുടെ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇതിടും. അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒരു നൂൽപ്പാകമായില്ല എങ്കിലും എല്ലാം നല്ല ഇതായി. നമുക്കിനി ഇതെടുത്ത് അതിനകത്തോട്ട് ഇട്ട് ഒന്നിളക്കാം. നമ്മുടെ പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ആറും ഇവിടെ വന്നിരുന്ന് ഓരോന്ന് പറയുന്നത്. ഇതൊന്ന് ഇളക്കി നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാം ഓരോന്ന് ഇവിടെ വന്നിരുന്നു. പാറും ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറിച്ചില്ല പാറുവിൻ്റെ ജോലി. അപ്പം നമ്മളെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കും. അപ്പം നിങ്ങൾ കണ്ടല്ലോ, വേണ്ട നമ്മുടെ ഡയമണ്ട് കട്ട എല്ലാം ശരിയായി. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, ബൈ.